ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വരുൺ വീണ്ടും തന്നെ എരുതിയിൽ എണ്ണയൊഴിക്കാനായിട്ട് നമ്മുടെ മാനസയെ വിളിക്കുന്നുണ്ട്. മാനസയെ വിളിച്ച് എരിപിരി കയറ്റാണ് കേട്ടോ. എങ്ങനെയെങ്കിലും കൺമണിയും കൃഷിനെയും തമ്മിൽ വേർപെടുത്താൻ മാനസയും കൂടി മുൻകൈ എടുത്താലേ സാധിക്കുള്ളൂ എന്നുള്ള രീതിയിൽ മാനസയോട് പറയാണ്. ആ കൃഷി ഒരു സൈക്കോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത്രയും നല്ല മേഡത്തിനെ കളഞ്ഞിട്ട് ആ കൺമണിയുടെ പിന്നാലെ പോവുമോ? ശരിക്കും അവനൊരു സൈക്കോ ആണ് എന്നൊക്കെ പറഞ്ഞ് എരിപിരി കയറ്റുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ട് ആകെ മാനസയ്ക്ക് ദേഷ്യം വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ കൃഷി അവിടേക്ക് കയറി ചെല്ലുന്നത് കേട്ടോ. ഒട്ടും കൂസലില്ലാതെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അങ്ങനെ മാനസ ചോദിക്കുന്നുണ്ട്, കൃഷ് നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അതേ മാനസ, അത് ഞാൻ ഓഫീസിലായിരുന്നു, മീറ്റിങ്ങിലായിരുന്നു, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കൃഷി മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും ദേവ്ജിയുടെ വീട്ടിൽ വെച്ച് തീരുമാനിച്ച പോലെ തന്നെ മനസ്സിൻ്റെ മുന്നിൽ അഭിനയിച്ച് തകർക്കുക തന്നെ വേണം, സ്നേഹം നടിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുന്നുണ്ട്. മനസ്സെ, ഇനി ഞാൻ നിന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ല. ഇനി എവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടേ പോവുകയുള്ളൂ. എന്തായാലും എനിക്കൊരു തെറ്റ് പറ്റി, ഞാൻ നിന്നെ വേദനിപ്പിച്ചു, നിന്നെ അടിച്ചു, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ദൈവങ്ങൾക്ക് പോലും തെറ്റുപറ്റുന്നു, പിന്നെ ഞാനൊരു സാധാ മനുഷ്യനല്ലേ, എൻ്റെ തെറ്റ് നീ ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ആകെ അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ മാനസ. ഇവനിത് എന്ത് പറ്റിയെന്നുള്ള രീതിയിൽ അങ്ങനെ മാനസയെ ഒന്ന് സുഖിപ്പിക്കാനായിട്ട് തന്നെ എൻ്റെ എല്ലാം എല്ലാം എന്നൊക്കെയുള്ള രീതിയിൽ പാട്ടൊക്കെ പാടി അവളുടെ കവിളിലേക്ക് ഒന്ന് തൊട്ടും തലോടിയൊക്കെ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അങ്ങനെ ആൻറ്റിയമ്മയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കൃഷ്ണനെ ചോദ്യം ചെയ്യണം എന്നുള്ള രീതിയിൽ കലിപ്പിൽ കൃഷ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആൻറ്റിയമ്മയ്ക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൃഷ്ണ നീ എവിടെയായിരുന്നു, നീ എന്തിനാ മാനസയോട് ഓഫീസിൽ വന്നപ്പോൾ ചൂടായതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആൻറ്റിയമ്മേ, ഇത് മാനസയാണ് സത്യം, ഇനി മാനസ പറയും ഞാൻ അനുസരിക്കും, അവൾ എൻ്റെ എല്ലാമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആൻറ്റിയമ്മ ഇതൊക്കെ കേട്ട് അന്തം വിട്ടുകൊണ്ട് നിൽക്കും. ഇവനിത് എന്ത് പറ്റി, ഇതെന്താ മറിമായം, മാനസ ഇവൻ സ്നേഹിച്ചു തുടങ്ങി എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ ഇത് കേട്ട് മാനസിക ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കാരണം കൃഷി തന്നെ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ള രീതിയിൽ അവൾ വിശ്വസിക്കുകയാണ് കേട്ടോ, ആൻറ്റിയമ്മയും അതുപോലെ തന്നെ മാനസയും. പിന്നീട് നമ്മുടെ കൺമണി വിളിക്കുകയാണ് കൃഷിനെ. അവിടെ എങ്ങനെയുണ്ട്, പ്രശ്നമൊന്നുമില്ലല്ലോ, ആൻറ്റിയമ്മയും മാനസയൊക്കെ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ അഭിനയിച്ച് തകർക്കല്ലേ കൺമണി, നീ ഒന്ന് വന്ന് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, അഭിനയം എന്ന് പറയുമ്പോൾ ഈ ദേഹത്ത് തൊട്ടുള്ള അഭിനയം വല്ലതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇടയ്ക്കൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ തൊട്ടും താലോടിയിട്ടുള്ള ആ ഒരു സ്നേഹപ്രകടനമൊന്നും വേണ്ട കേട്ടോ, ആ അഭിനയം എനിക്കിഷ്ടമല്ല, കൊന്നു കളയും ഞാൻ, എന്നെ മാത്രം തൊട്ടും താലോടിയിട്ടുള്ള സ്നേഹപ്രകടനം മതി, കുറച്ച് അകൽച്ച പാലിച്ച് അഭിനയിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കൃഷിനെ ഉപദേശിക്കുകയാണ് കേട്ടോ കൺമണി ചെയ്യുന്നത്. അങ്ങനെ കൃഷ്ണൻ അതൊക്കെ കേട്ട് സന്തോഷമാവുന്നുണ്ട്. കൺമണി തന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, വേറെ ഒരാളുമായിട്ടും തന്നെ അടുപ്പിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ സന്തോഷിക്കുകയാണ് കേട്ടോ.